അഭിനയ്ക്ക് മാർച്ചിന് ഫെബ്രുവരിയിൽ ഇറങ്ങാൻ പോണ പടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള സിനിമ ഏതാണ്? എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എമ്പുരാൻ ഭയങ്കര വലിയ പ്രതീക്ഷയുണ്ടല്ലോ. രാജുവിൻ്റെ വർക്ക് ആയതുകൊണ്ട് ലാൽ സാറിൻ്റെ അഭിനയം കാണാനായിട്ട് മോഹമുണ്ട്. എന്തായാലും തിയേറ്ററിൽ വരട്ടെ പടം. പിന്നെ ദിലീപേടൻ്റെ ബബ്ബബ്ബ വിഷു കാലഘട്ടത്തിൽ റിലീസാവുമെന്ന് കേട്ടു. അപ്പോൾ അതും വൻ പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോകാറില്ല വലിയ പടം. നമ്മൾ അത്യാവശ്യം ഡയലോഗുള്ള വേഷങ്ങൾ ഒരിക്കലും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാറില്ല. കാരണം നമ്മൾ എന്താ ഒരു ലൈനപ്പായിട്ട് നിന്നിട്ട് പൈസ വാങ്ങുന്നതിനാ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയണം. ഡയറക്ടർ അളവന്നു അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കണം. ഞങ്ങൾ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ടിരുന്ന്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തായിരുന്നല്ലോ, താങ്കളാണോ അത്? ചെറിയൊരു മറ്റേ എന്താ പറയാ നിയൽ സീൻ അതായത് എന്നെ എല്ലാവരും ഇരുന്ന് കണ്ടോണ്ടിരുന്നപ്പോ ഒരു സൂപ്പർ സ്റ്റാർ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഒറ്റ പോക്ക്. അപ്പൊ നിങ്ങളെങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്? ഗസ്റ്റ് അപ്പിയറൻസ് അല്ല, അത് നിയൽ ആയിട്ടിൽ വന്നൊരു സാധനം ആൾക്കാരെ ശ്രദ്ധിച്ചതാണ്. അത് നോട്ടപ്പ് ചെയ്യുന്നുണ്ട് പലരും. അപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന പടങ്ങൾ വെച്ചാൽ കൂടലുണ്ട്, പിന്നെ കൂടൽ ബിപിൻ ജോർജിന്റെ. അത് ജനുവരിയിലാണ് പ്ലാൻ ചെയ്തത്. എന്തോ ടെക്നിക്കൽ കാരണം കൊണ്ടായിരിക്കും ഫെബ്രുവരി മാർച്ച് ആയിരിക്കും. ബിബിയേട്ടൻ പറഞ്ഞില്ല ഒന്നും, കാരണം ബിബിയേട്ടൻ ഡെയിലി വിളിക്കാറുണ്ട്. താങ്കൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, താങ്കൾ നാളെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പ്ലെയിനോ എയർപ്ലെയിനും കണ്ട് വിട്ടു തരുമെന്നൊക്കെ നേരാണോ? പുള്ളീനെ ഇത്ര നാളെ കളിയാക്കിയവരോട് ഇനി കളിയാക്കരുത്. കാരണം നാളെ തൊട്ട് ഇയാൾ ഒരു ക്യാരക്ടർ വേഷം ചെയ്യാൻ പോവാണ്. കേറാൻ കിട്ടുമോ? കാരവാനിലെ ഒരു ഓട്ടോറിക്ഷയെങ്കിലും കിട്ടും അവിടെ. അത് റിയാസ് മുഹമ്മദിന്റെ സിനിമയാണ്. അമീറയൊക്കെ മലയാളത്തിന് സമ്മാനിച്ചു. എനിക്കറിയത്തില്ല, നടന്മാരൊക്കെ ഉണ്ടാവും. ആരാന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോ ജൂനിയേഴ്സ് ഉള്ള പടങ്ങളിൽ ഞാൻ പോകാറില്ല കൂടുതലും. കാരണം നമുക്ക് എന്താ പറയാ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് പലരിൽ നിന്നും. എക്സ്പെക്ടേഷൻ ഉള്ളത് എന്തായാലും ബബ്ബയാണ്, മാർച്ച് ഏപ്രിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ. പിന്നെ എനിക്ക് കൂടുതലും ഇപ്പോൾ ഫെബ്രുവരി റിലീസ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സാഹിൻ സിദ്ദിഖയുടെ നമ്മുടെ ഫ്രണ്ടാ, അസ്കർ സൗദാനൊക്കെ ഫ്രണ്ടാ. അപ്പോൾ അവരുടെ ഒരു പാറ്റേൺ ഓഫ് വർക്കിൽ ഒരു പുതിയ പടമാണ് ബെസ്റ്റി, പാറ്റേൺ ഓഫ് ലവ്. അപ്പോൾ അത് ഗംഭീര വർക്കായിട്ട് മാറുമെന്ന് തന്നെ പറയാം. ഒരു എന്താ പറയുക, മുസ്ലിം റിലീജിയൻ്റെ ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 സോങ്സ് ഞാൻ യൂട്യൂബിൽ കണ്ടു, ട്രെൻഡിങ് ആണ്. അപ്പോൾ എന്തായാലും ഷാഹിനേട്ടൻ്റെ ഒരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 24-നാണ് ബെസ്റ്റ് എന്നാണ് തോന്നുന്നത്. കാരണം 23-ന് ഡൊമിനിക്കാ വരുന്നത്. മമ്മൂക്കയും നമ്മുടെ മമ്മൂക്കയും ഗോകുൽ സുരേഷും ഗംഭീരമായിട്ട് പെർഫോമൻസ് വാല്യൂള്ള സിനിമയാണ് ഡൊമിനിക്ക്. തുടരുന്നു 30-ാം തീയതി അല്ല, ഡൊമിനിക്ക് 23-ന്. നേരത്തെ ഒരുമിച്ചല്ല. ഞാനെന്തായാലും അന്ന് കാണാൻ തുടരൊരു കാരണം പഴയ കാല പവിത്രം. പക്ഷേ മണിച്ചിത്രത്താഴ് ആ ജോഡി, തേരുമാങ്കൊമ്പത്ത് ജോഡി, എനിക്ക് തോന്നുന്നത് അതല്ല, മാടമ്പിയിലെ ലാലേട്ടനെ പോലെ തോന്നുന്നു. മാടമ്പിയിലെ പഴയ നാടോടിക്കാറ്റിലെ ലാലേട്ടനെ പോലെ തിരിച്ചു കിട്ടിയെന്നാണ് പ്രഷർ. അവൻ വിസിയറിട്ട് കണ്ടോ പടം? ടി വി വരെ കണ്ടോണ്ടാവും. ഏതാ ബിപിൻ ജോർജ് ചോദിച്ചപ്പോ പറഞ്ഞു അന്ന് ഞാൻ വിസിയറിട്ട് കണ്ടാന്ന്. വലിയ വണ്ടി പോകുമ്പോ കൈ അടിച്ചോണ്ടിരുന്ന ആളാണ്. ആണെ കുഞ്ഞ് വണ്ടി ഇങ്ങനെ അതാണോ? അത് കണ്ട് സിനിമ തുടങ്ങിയ ആളാണ്. എന്തായാലും നല്ല രീതിയിൽ പ്രതീക്ഷയുള്ള സിനിമകളൊക്കെ തന്നെയാണ്. കാരണം നമുക്കല്ലേ 2 പടങ്ങളാണ് ഇറങ്ങുന്നത്. ഒരെണ്ണം ഡൊമിനിക്ക് 23-ാം തീയതി ഇറങ്ങുന്നു. പിന്നെ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് എന്ന് ബസൂക്ക ഇറങ്ങുന്നു. ഈ ജനുവരി അല്ല, ഫെബ്രുവരി 14-നാറ്റ് റിപ്പബ്ലിക് ഡേക്കെന്ന് മറ്റേ മുമ്പ് ഡൊമിനിക്. നല്ല സിനിമ പ്രാവിൻകൂട് ഷാപ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പഞ്ചേട്ടനൊക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നു. പിന്നെ സൗബിൻ ചേട്ടന്റെ പെർഫോമൻസ്, ബേസിലേട്ടനെ കളിയാക്കിയ ഒരു പോലീസായിട്ട് പുള്ളി നല്ല. ബേസിലേട്ടൻ തിമിർത്താടി കസറിയെന്ന് തന്നെ പറയാം. കാരണം ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു ഇങ്ങനത്തെ മമ്മൂക്കന്റെ മധുരരാജയിലേക്കുള്ള ഒരു ലുക്കാണ് ചെയ്തിരിക്കുന്നത് ബേസിലേട്ടൻ. കണ്ടിരുന്നു. കാരണം ഇന്ന് കണ്ടപ്പോൾ തന്നെ വീഡിയോ വൈറലായിരുന്നു. കാരണം പുള്ളി തട്ടി വീഴാൻ പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു വേസ്റ്റ് പിന്നില്ലേ പുള്ളിയുടെ അടുത്ത് നിൽക്കണം. ഞാൻ പിന്നെ പുള്ളിനെ പിടിച്ച് ഒരു ബോഡി ഗാർഡിനെ പോലെ പുള്ളിനെ സേഫ് ആക്കി.
ഭയങ്കര റീച്ച് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബേസിലിനെ രക്ഷപ്പെടുത്തിയ പെരേര. കാരണം ഞാൻ അന്നെ വേസ്റ്റ് പാത്രം എടുത്ത് മര്യാദക്ക് വെക്കുകയും ചെയ്തു. കാരണം ആരും ചെയ്യൂല. നമ്മള് സോഷ്യൽ മീഡിയയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ആര്? ഞാൻ AJP ആയിരിക്കും, താനല്ല. AJP സൂപ്പർ സ്റ്റാർ ആയിരിക്കും. AJP തന്നെ പേരാണ് അലി ജോസ് പെരേര എന്ന് പറഞ്ഞ ആള്. ആ പുള്ളിയാണത്. കാരണം പണ്ട് തിയേറ്റർ റിവ്യൂല് ഒന്നാമത് ആറട്ടണ്ണൻ തിയേറ്റർ വിട്ട് പോകില്ലായിരുന്നു. ഇപ്പൊ പുള്ളി തിയേറ്റർ കാണാൻ ചാന്ദിനി ഉഷാറാണ്. ക്രഷ് അടിച്ചു. ഏത് പടത്തിലാ? പ്രാവിൻകൂർ ഷാപ്പില്. നമ്മുടെ ഡാർവിന്റെ പരിണാമത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ നീ സിനിമ ഈ നടിമാരെ കണ്ടിട്ട് ക്രഷ് അടിക്കാനാണോ? അടുത്ത വിവാദമായിരിക്കും. സിനിമ കാണാൻ പോണത് നടിമാരെ കണ്ടിട്ട് ക്രഷ് അടിക്കാനാണോ സിനിമ കാണാനാണോ പോകുന്നത്? സിനിമ കണ്ടപ്പോ തോന്നിയല്ലേ, അനുഭവമല്ലേ. പണ്ട് നേരിട്ട് കണ്ടപ്പോഴും ചാന്ദിനി എന്നോട് കൈ തന്ന നല്ല രീതിയിൽ സംസാരിച്ചാണ്. അഭിനയിച്ച പടം എന്ന് പറ. ഇപ്പൊ ഇറങ്ങിയാണ് പ്രാവിൻകൂട് ഷാപ്പ് ഇറങ്ങി. അതിനു മുമ്പ് അള്ളു രാമേന്ദ്രനൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് അഭിനയിച്ച ചേച്ചിയാണ് ചാന്ദിനി ചേച്ചി. അപ്പോ ചാന്ദിനി ചേച്ചിനെ കണ്ട് സാനിയപ്പം പഠിക്കണം. നല്ലൊരു വ്യക്തിത്വമുള്ള കുട്ടിയാണ്. ചങ്കിനെ കണ്ടില്ല, ആറാട്ടനെ തിയേറ്ററിലേക്ക് കണ്ടില്ല. എവിടെയെന്ന് അറിയില്ല, കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിണങ്ങിയൊന്നും അറിയില്ല. ഇവര് പിണങ്ങുമൊന്നുമില്ല, ഇവര് ഇണങ്ങുള്ളൂ അല്ലെ. ഇടയ്ക്ക് പുള്ളി എന്തെങ്കിലും പറയും, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പിണക്കമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഇടയ്ക്ക് തീർച്ചയായിട്ടും. ആരാ ലിപ് ലോക്കിന്റെ സംഭവം വന്നല്ലോ ഇവര് രണ്ടുപേര്. അതിലിപ്പോ ശേഷമാണ് ഇവര് ഒരു പ്രശ്നം വന്നത്. പിന്നെ ഞാനാണ് ആൾക്കാർക്കിടയിൽ പെൺകുട്ടികൾക്കിടയിൽ ഒരു ചോക്ലേറ്റ് നായകൻ എന്ന രീതിയിൽ നിൽക്കുന്ന, നായകനല്ല, ഒരു എന്താ പറയാ ചോക്ലേറ്റ് ഹീറോ എന്നൊരു പദവി നിൽക്കുന്നു ഞാൻ സോഷ്യൽ മീഡിയയില്. കാരണം കുഞ്ചാക്ക ബോബനെ കാണണം. കാരണം അത് പറയാൻ അത് അറിയാം. കാരണം കുഞ്ചാക്കോനെ കണ്ടപ്പോ പറഞ്ഞിരുന്നു. കുഞ്ചാക്കോനെ അമ്മയുടെ മീറ്റിംഗ് വെച്ച് കണ്ടു. ഇവന് അമ്മയിലേക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. നേരാണെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് വിളിച്ചാണോ അമ്മയിലേക്ക് വിളിച്ചാണോ അറിയില്ല. അമ്മയുടെ മീറ്റിംഗിൽ ഞാൻ ഗേറ്റ് വരെ പോയി. 3 നടന്മാരെ കണ്ടിരുന്നു. ഒന്ന് ചാക്കോച്ചൻ, പിന്നൊന്ന് നമ്മുടെ ഹരീഷ് കണാരൻ വല്ല മൈൻഡ് ഒന്നുമില്ല. ജയേട്ടൻ മൈൻഡ് ചെയ്തു. ഇടാ മോനെ സുഖല്ലേ ആ മൈൻഡ്. പിന്നെ സുരേഷ് ചേട്ടനെ കണ്ടു. സുരേഷ് ചേട്ടൻ അറിയാല്ല. സുരേഷ് ചേട്ടൻ കൈ തന്നു ഇങ്ങനെ കൈ പിടിച്ച് മലയാള സിനിമയിൽ മാറ്റിവെക്കാനില്ലാത്തൊരു വ്യക്തിയായിരുന്നു സുരേഷ് ചേട്ടൻ പണ്ട്. ഇപ്പോള് ലാലേട്ടർ മമ്മൂക്കയും കസറുകയല്ലേ. കാരണം അതെ, സുരേഷ് ഗോപി സാറിനൊരു പടങ്ങളുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോള് തുടരെയായിട്ട് പടങ്ങള് ഇപ്പൊ വരുന്നില്ല. എന്തായാലും മാസ പടങ്ങള് വേണം. എന്തായാലും മറ്റേ എന്താ പറയാ കമ്പീഷണർ പോലെയും. നാരായണിയുടെ മക്കള് ജോയിച്ചേട്ടന് സുരാജേട്ടന് ആശംസകൾ നൽകുന്നു അല്ലെ. പടത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത്. കാരണം ഞങ്ങൾ കണ്ടതിന് ഞങ്ങൾക്ക് സിനിമ ഷൂട്ടർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോവാം. നേരെ പട്ടി വരുന്നു, എനിക്ക് പേടിയാണ്. പട്ടീനെ പേടി. ഇവന് ഒറ്റ പേടിയുള്ളൂ, സിംഹത്തെ പേടിയില്ല. പക്ഷെ പട്ടിയെ പേടിയാ. കാണിച്ചു കൊടുത്തു. ഈ വരുന്ന പട്ടിക്കുട്ടികളെ പേടിയാ. ഇവനെ പട്ടിയെ പേടിയാണ്, സിംഹത്തെ പേടിയില്ല. പട്ടിയെ പേടിയാ. ലാസ്റ്റ് ചോദ്യം. മാർക്കോലെ ഒരു ഇവനാണ് പട്ടിക്ക് ഇട്ട് കൊടുത്താലോ? മാർക്കോലെ പോലെ എന്തായാലും വിവാദങ്ങളൊക്കെ കാറ്റിൽ പറത്തി മറ്റേ സോഷ്യൽ മീഡിയ നായകൻ ജയത്താത്ത തുടരുന്നു. അപ്പൊ നാളെ ചോല ബിസ്കി വിവാദങ്ങളെ കാറ്റിൽ പറത്തി സോഷ്യൽ മീഡിയ നായകൻ AJP ജയത്താത്ത തുടരുന്നു.